ന്യൂജൻ വെറൈറ്റികളുമായി പടക്ക വിപണി സജീവമായി. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തവണയും പുതുമയാർന്ന ഇനം പടക്കങ്ങളാണ് വിപണി കീഴടക്കുന്നതെങ്കിലും എല്ലാ മേഖലയെയും പോലെ പടക്ക വിപണിയിലും യുദ്ധം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാളിയുടെ വിഷു ആഘോഷങ്ങളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് പടക്കം. ഇക്കൊല്ലവും പുതുമകളേറിയ പടക്കങ്ങൾ വിപണി കീഴടക്കുകയാണ്. ഭൂമി കുലുക്കുന്ന അമരത്തിനപ്പുറം നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ആവശ്യക്കാരേറെയാണെങ്കിലും കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലചക്രത്തിനും തന്നെയാണ് ഡിമാൻഡുള്ളത്. പാക്കറ്റിന് 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള കമ്പിത്തിരികൾ എത്തിയിട്ടുണ്ട്. പഴയകാലത്തെ അപേക്ഷിച്ച് പൊട്ടുന്ന പടക്കങ്ങൾക്ക് കച്ചവടം കുറവാണ്. കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിയുന്നത്. വട്ടത്തിൽ വിരിയുന്ന കുട കമ്പിത്തിരി, സിൽവർ ഫിഷ്, ഷോർട്ട് ടോയ് ഗൺ തുടങ്ങിയ വെറൈറ്റി ഇനങ്ങളാണ് പടക്ക വിപണിയിലെ താരങ്ങൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ മിക്ക ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. സർവ്വമേഖലയെയും പോലെ പടക്ക വിപണിയിലും യുദ്ധം പ്രതിസന്ധി സൃഷ്ടിച്ചു. സൾഫറിന്റെ ഇറക്കുമതി കുറഞ്ഞത് പടക്ക നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. വെറൈറ്റികൾ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ വെറൈറ്റികൾ തന്നെയുള്ളൂ, പുതുതായിട്ടൊന്നും. പിന്നെ നിലവിലുള്ളതിൽ ചില അൾട്രേഷൻ വരുത്തി ചില മോഡലുകൾ ഇറക്കിയിട്ടുണ്ടെന്ന് മാത്രം. മേശപ്പൂ ഐറ്റംസിൽ അത് പലതും ഉണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ ഉള്ളതാ മയിൽപ്പൂവ്. അത് പ്രാവശ്യം ചെറുതും വലുതായിട്ടൊരു 4-5 മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ചില മാറ്റങ്ങൾ, ക്രാക്കിൾ ചെയ്യുന്ന സാധനങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എലിഫന്റിന്റെ മോഡലിലൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ലോട്ടസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഫ്ലവർ പോട്ടിൽ കുറെ ഐറ്റംസ് സാധനം ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. കച്ചവടം ഈ പ്രാവശ്യം ഇപ്പൊ യുദ്ധത്തിന്റെ ഭാഗമായി ശിവകാശിയിൽ വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങൾക്ക് സാധനം വരുന്നത് ശിവകാശിയിൽ നിന്നാണ്. സൾഫറിന് 2000 രൂപക്ക് കിട്ടിയിരുന്ന സൾഫർ 10,000 രൂപ കൊടുക്കാനും കിട്ടാത്ത അവസ്ഥയിലേക്ക് നിരവധി പടക്ക കമ്പനികൾ അടച്ച് കുത്തരി നേരിട്ടുകൊണ്ടിരിക്കുക ശിവകാശി. ഞങ്ങൾക്ക് തുടക്കത്തിൽ വന്ന സാധനം ഇപ്പോൾ കഴിഞ്ഞ് രണ്ടാമത് ഓർഡർ കൊടുക്കുമ്പോൾ ഈ സാധനം ഉള്ളത് ഇരട്ടി വിലക്കാണ് അവർ പറയുന്നത്. കുറെ കമ്പനികൾ തന്നെ പൂട്ടിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ സാധനം കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. പടക്ക കച്ചവടത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കർശന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ വഴിയോര പടക്ക വിപണികൾ കുറവാണ്. വിഷു അടുക്കും തോറും പടക്ക വിപണികളിൽ ഇനിയും തിരക്ക് വർദ്ധിക്കും. മെയ് ആദ്യം തെരഞ്ഞെടുപ്പ് ഫലം വരുമെന്നതിനാൽ വിഷു കഴിഞ്ഞാലും പടക്ക വിപണിയിൽ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് പ്രതീക്ഷ. എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ് versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വേഴ്സറ്റൈൽ ജ്വല്ലറി.